എല്ലാം കഴിഞ്ഞു. അതിലൊന്നൊന്നുമില്ല, ഒരു സാധനമില്ല. മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, ഒരു ഉപ്പ് വരെ ഇല്ല. കാന്താരി പൊട്ടിച്ചിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. റേഷൻ അരി മാത്രം കൊണ്ട് മക്കൾക്ക് കൊടുക്കാൻ കഴിയില്ല. അതിനെന്തെങ്കിലും കൂട്ടാൻ കൊടുക്കണ്ടേ? അത്രയ്ക്കും ഇതായിപ്പോയി ഞാനിപ്പോൾ. സംസ്ഥാനത്ത് അതിദാരിദ്ര്യമില്ലാതാക്കിയെന്ന് കേരള സർക്കാർ പലതവണ പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചില കാഴ്ചകൾ ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നുണ്ട്. രാജകുമാരി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചില പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. ഈ വീടിൻ്റെ ഉള്ളിൽ ഈ ഇതിലാണ് കിടക്കലെല്ലാം. ഞങ്ങൾക്ക് ഇവിടെ ഒരു സൗകര്യം ഇതൊന്നുമില്ല. ഷെഡ് തന്നെ ആരെല്ലോ കെട്ടിത്തന്ന്, ആരെല്ലോ കാലും കൈയും പിടിച്ചിട്ട് ഇത്രക്കില്ല ഒരു ചാപ്പയാക്കി തന്നത്. ഈ മഴയും ഇടിയും മഴയെല്ലാം വരുമ്പോൾ ഈ ഷെഡിൻ്റെ അകത്ത് തന്നെ ഒന്നുമില്ല. ഇന്നിപ്പോൾ കഞ്ഞി വെക്കണമെങ്കിൽ തന്നെ ആരോടെങ്കിലും വായ്പ മേടിച്ചിട്ട് വേണം വെക്കാൻ. ഞാൻ അമ്മയുടെ കാർഡിലാണെന്നുള്ളത്. അപ്പോൾ റേഷൻ അരി കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് 3 ആൾക്ക് വീതം വെക്കേണ്ടത്. സങ്കടമേ ഇല്ലു. മക്കളെ എങ്ങനെ ഇതാക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഉച്ചക്ക് ഒരു നേരം സ്കൂളിൽ നിന്ന് കിട്ടും, ചില നേരത്തേക്ക് കുഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ ഒന്നും ഇല്ലാതാകും. അപ്പോൾ പിന്നെ എന്തെന്നാക്കല്? അന്നേരം ആരോടെങ്കിലും പോയി കടവും മേടിച്ച്, എപ്പോഴും ഈ കടവും നനവും മേടിച്ചിട്ട് മക്കൾക്ക് തീറ്റ കൊടുക്കാൻ കഴിയില്ലല്ലോ. വർഷങ്ങൾക്ക് മുൻപേ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ രാജകുമാരിക്കും മക്കൾക്കും ആകെയുള്ള അത്താണി തൊഴിലുറപ്പ് ജോലിയായിരുന്നു. എനിക്കും സുഖമില്ല. 2ൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. ഓളെ രാവിലെ സ്കൂളിൽ ഒരുക്കി വിട്ടിട്ടൊന്നും പണിക്ക് പോകാനൊന്നും സമയം കിട്ടില്ല ചില സമയത്ത്. അപ്പോൾ വീട്ടിൽ തന്നെ ആവും. അപ്പോൾ തൊഴിലുറപ്പിന് 8 മണിയാകുമ്പോൾ തൊഴിലുറപ്പിൻ്റെ ഫോട്ടോ എടുക്കും. ഈ കൊച്ചു കുടുംബം എങ്ങനെയാണ് അതിദരിദ്രരല്ലാതെ മാറിയത് എന്നതിൻ്റെ ഉത്തരം ആർക്കും അറിയില്ല. കുഞ്ഞിക്ക് ഇപ്പോൾ നാളെ സ്കൂളിൽ പോകണമെങ്കിൽ ചെരുപ്പില്ല, വേറൊന്നുമില്ല. പിന്നെ ഒരു ഇതാണെങ്കിൽ ഒരു പെൻസിൽ മേടിക്കാനില്ല. അറിയുന്ന ടീച്ചറായതുകൊണ്ട് അത് മേടിച്ചു കൊടുക്കുന്നു. സമീപത്തുള്ള ആദിവാസി ഉന്നതികളിലും സ്ഥിതി സമാനമാണ്. സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾക്ക് നേരെ വലിയ വിമർശനമാണ് ഈ സാധാരണക്കാരിൽ നിന്നും ഉയരുന്നത്. വഴികൾ, അതേപോലെ തന്നെ കുടിവെള്ള സൗകര്യം, അതേപോലെ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇത് പ്രശ്നങ്ങൾ നടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പം ഇത് ശരിയാണോ എന്നുള്ളത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കത് പറയാനാവില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. ഇത്തരം ദയനീയ കാഴ്ചകൾ മറച്ചുപിടിച്ചാണ് കേരള സർക്കാർ ഒരു വമ്പൻ പ്രഖ്യാപനവുമായി രംഗത്തിറങ്ങിയത്. ഈ പാവങ്ങൾ മലയാളികളല്ല എന്നുള്ള ധാരണ കേരള സർക്കാരിനും അധികാരികൾക്കുമുണ്ടോ? ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.